ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ അപ്പം കുറെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അത് കഴിച്ചിട്ട് അത് മലമായി വിസർജിച്ചിട്ട് അത് ഉണക്കിപ്പൊടിച്ചിട്ട് അതാണ് ഏറ്റവും സത്യമായ സംഭവം എന്ന് പറഞ്ഞ് ലോകത്തിൽ വിതരണം ചെയ്യുന്ന മറ്റൊരു പ്രസ്ഥാനം. എന്നിട്ട് മറ്റുള്ളവരെ അത് പിന്നെ ആഹരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് നിമിഷപ്രിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾക്കെല്ലാം കാരണമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവനുമായി ചേരുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു വ്യക്തിയുമായിട്ട് ചേരുന്ന ഒരു സ്ത്രീ അവളും വ്യഭിചാരം തന്നെയാണ് ചെയ്യുന്നത് എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നിനക്ക് ആവശ്യമുള്ള നിന്റെ ശരീര ആവശ്യങ്ങൾക്ക് ചേരുന്ന അത്രയും ഭാര്യമാരെയൊക്കെ നിനക്ക് സ്വീകരിക്കാം, അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ബലമായിട്ട് സ്ത്രീകളെ പ്രാപിക്കുന്നത് തെറ്റല്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാഫിറുകളാണെങ്കിൽ അവരുടെ ഭാര്യമാരെ അങ്ങനെ പിടിച്ചടക്കിയിട്ട് ആ രാത്രി തന്നെ പോയിക്കുന്ന ഒരു സംഭവമൊക്കെ ഇസ്ലാമിൽ സർവ്വസാധാരണമായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സംഭവം തന്നെയാണ് നിമിഷപ്രിയ വധക്കേസിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഒരു ഭർത്തൃമതിയും ഒരു കുട്ടിയുടെ അമ്മയുമായി ഒരു വ്യക്തിയെ നിർബന്ധിതമായ ലൈംഗിക വീഴ്ചയ്ക്ക്, അതും പ്രകൃതിവിരുദ്ധമായ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ വധിച്ചിരിക്കാം, 101 കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കാം. അപ്പോഴത്തെ സാഹചര്യം അവളുടെ മാനസികാവസ്ഥ ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ അങ്ങനെയൊന്നും ജീവിച്ച ഒരു വ്യക്തിയല്ല. ഒരു ജോലി തേടി ഒരു വിദേശ രാജ്യത്ത് ചെന്നു, അവിടുത്തെ ഒരു വ്യക്തി നല്ലൊരു ജീവിത സാഹചര്യം നൽകാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജോലി നൽകാമെന്ന് പറഞ്ഞു, ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ അവൾ വീണ് പോയിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ട് അവളുടെ ചാരിത്രം അവൾക്ക് സംരക്ഷിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് ഒരുവിധം കാടത്തത്തിലെ ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിലെ ഒരുമാതിരി കിരാത നിയമമാണ്. അവൾക്കത് സംരക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പം അത് വലിയൊരു കാര്യമായിട്ടാണ് സത്യത്തിൽ ഇന്ത്യൻ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്ന സ്ത്രീയെ, അതായത് നമുക്കറിയാവുള്ളൂ, പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയെ, ദമയന്തിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ വലിയ ദേവതകളായിട്ടാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശീലാവതിയെ അതുപോലെയൊക്കെയുള്ള ദേവതകളായിട്ടാണ് സ്വന്തം ഭർത്തൃവിനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന സ്ത്രീകളെ കാണുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ആണോ?